ഹലോ. ഇന്നത്തെ ടോപ്പിക് പീഡിയാട്രിക് ഫ്രാക്ചേഴ്സ്, അതായത് കുട്ടികൾക്ക് ഉണ്ടാകുന്ന ഫ്രാക്ചേഴ്സിനെ പറ്റിയാണ്. ഞാനിത് പ്രത്യേകം എടുത്ത് പറയാൻ കാരണം എനിക്ക് ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിട്ട് കുറേ പേരൻസ് ഒ പിയിലേക്ക് വരാറുണ്ട്. ഡെഫിനറ്റ്ലി കുട്ടികളുടെ എല്ല് പെട്ടെന്ന് സെറ്റാവും. കുറേ ഫ്രാക്ചേഴ്സ് നമുക്ക് കൺസർവേറ്റീവ്, അതായത് സർജറി ചെയ്യാതെ തന്നെ നമുക്ക് മാനേജ് ചെയ്യാം. ബട്ട് സർട്ടൻ കണ്ടീഷൻസിൽ സർജറി നിർബന്ധമാണ്. കാരണം എന്താ? കുട്ടികളുടെ എല്ലും അഡൽട്ട്സിൻ്റെ എല്ലും തമ്മിൽ ബേസിക് വ്യത്യാസം എന്താ? കുട്ടികളുടെ എല്ല് വലുതാവുന്ന എല്ല. സോ ഡിഫോമിറ്റി, അതായത് വളവ് വരാൻ സാധ്യതയുണ്ട് ട്രീറ്റ്മെൻറ്റ് കറക്റ്റായി കിട്ടിയില്ലെങ്കിൽ. സോ ടുഡേയ്സ് ടോപ്പിക് അതിനെപ്പറ്റി സംസാരിക്കാനാണ്. ഏതൊക്കെ സിറ്റുവേഷൻസിലാണ് നമ്മൾ സർജറി ചെയ്യുക? ഞാനൊരു കൺസെപ്റ്റ് പറയാം. നമ്മളുടെ കുട്ടികളുടെ എല്ല് വലുതാവുന്ന ഭാഗത്ത് ഫ്രാക്ചേഴ്സ് വന്നാൽ ചില സിറ്റുവേഷൻസ് നമ്മളത് കമ്പി വെച്ച് ഉറപ്പിക്കണം. കൈയുടെ കാര്യം പറയാം. കുട്ടികളുടെ എല്ല് ഇങ്ങനെയാണ് വലുതാവുക, എൽബോ ജോയിൻറ്റിന് എതിരെയായിട്ടാണ് വലുതാവുക. അതായത് ഇങ്ങോട്ടേക്ക്, ഈ എല്ല് ഇങ്ങോട്ടേക്ക് വലുതാവും, ഈ എല്ല് ഇങ്ങോട്ടേക്ക് വലുതാവും. സോ ഇവിടെ ഫ്രാക്ചേഴ്സ് വന്നാൽ നമ്മൾ ട്രീറ്റ്മെൻറ്റ് കറക്റ്റായി കിട്ടിയില്ലെങ്കിൽ അത് വളഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. കാരണം ഏറ്റവും കുറവ് ഗ്രോത്ത് ഈ ജോയിൻറ്റിലാണ് വരുന്നത്. നമ്മുടെ കൈയുടെ കാര്യത്തിൽ ഇവിടെ എല്ല് പൊട്ടിയാൽ നമുക്ക് കൺസർവേറ്റീവ്, അതായത് പ്ലാസ്റ്റർ കൊണ്ട് ചികിത്സിക്കാം. ഇത് ജനറലായിട്ടാണ് ഞാൻ പറയണം. ചില സിറ്റുവേഷൻസ് ഇവിടുത്തെ എല്ല് പൊട്ടിയാൽ നമ്മൾ കമ്പി വെച്ച് ഉറപ്പിക്കണം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫസ്റ്റ് വലുതാവുന്ന ഭാഗത്ത് എപ്പിഫൈസിസ് എന്ന് പറയും. എപ്പിഫൈസിൽ ഇഞ്ചുറീസ് വന്നാൽ അത് കമ്പി വെച്ച് ഉറപ്പിക്കുന്നതാണ് നല്ലത്. ഇവിടുത്തെ എല്ല് ഒടിഞ്ഞാൽ കുട്ടികൾക്ക് അത് കമ്പി വെച്ച് ഉറപ്പിക്കുന്നതാണ് ബെറ്റർ ഓപ്ഷൻ. കാരണം ഇവിടെ എല്ല് വലുതാവില്ല, എല്ല് ഇവിടുന്നാണ്, ജോയിൻറ്റിൽ നിന്നാണ് വലുതാവുക. പിന്നെ ചില സ്പെഷ്യൽ സിറ്റുവേഷൻസ് എല്ല് പൊട്ടിക്കഴിഞ്ഞാൽ, എസ്പെഷ്യലി ഹ്യൂമറസ്, ഈ എല്ല് പൊട്ടിക്കഴിഞ്ഞാൽ മാംസത്തിൻ്റെ ഇടയിൽ കയറി കുടുങ്ങുന്നത്. സോ ബോൺ കോൺടാക്റ്റ് ഉണ്ടാവില്ല. എല്ലുകൾ തമ്മിൽ കോൺടാക്റ്റ് വന്നാലാണ് അത് സെറ്റാവുക. ഒരു മുറിവ് പോലെയാണ്. ഇപ്പം എൻ്റെ കയ്യിലൊരു മുറിവ് വന്നു വെച്ചോ, അത് ഞാൻ സ്റ്റിച്ച് ചെയ്തില്ലെങ്കിൽ എന്താ പറ്റുക? മുറിവ് ഉണങ്ങില്ല. സെയിം വേ എല്ലുകൾ പൊട്ടി കഴിഞ്ഞിട്ട് മാംസത്തിൻ്റെ ഇടയിൽ ഇത് കുടുങ്ങിയിരുന്നാൽ ഇത് സെറ്റാവില്ല. എസ്പെഷ്യലി ഹ്യൂമറസ്, ഈ എല്ലില്ല അവിടെ. അങ്ങനെ വരാണെങ്കിൽ കമ്പി വെച്ച് ഉറപ്പിക്കുന്നതാണ് ബെറ്റർ. അത് നമുക്ക് കാലിൻ്റെ കാര്യത്തിൽ നോക്കാം. നമ്മളുടെ കുട്ടികളുടെ ലോവർ ലിം ഫ്രാക്ചേഴ്സ് ഭൂരിഭാഗം കമ്പി വെച്ച് ഉറപ്പിക്കുന്നതാണ് ഒരു ബെറ്റർ ഓപ്ഷൻ. എസ്പെഷ്യലി നമ്മൾ ഹിപ്പ് ജോയിൻറ്റും നീ ജോയിൻറ്റിൻ്റെ അവിടെ. ബിക്കോസ് ഇതൊക്കെ വലുതാവുന്ന എല്ലുകളാണ്. ഡെഫിനറ്റ്ലി തൊടയുടെ എല്ല് ഒടിഞ്ഞാൽ ഭയങ്കര ചെറിയ കുട്ടികൾക്ക് നമുക്ക് കൺസർവേറ്റ്, അത് പ്ലാസ്റ്റർ മാത്രം ഇട്ടാൽ മതി. ബട്ട് ഇൻ ജനറൽ ലോവർ ലിംബ് ഫ്രാക്ചേഴ്സ് വന്ന കുട്ടികൾക്ക് കമ്പി വെച്ച് ഉറപ്പിക്കുന്നതാണ് ബെറ്റർ ഓപ്ഷൻ. ചില സിറ്റുവേഷൻസ് നമുക്ക് പ്ലാസ്റ്റർ ഇടാം, പക്ഷേ ഞാൻ കിടക്കണില്ല. ഇൻഡിവിജ്വലൈസ്ഡ് ആയിട്ടാണ് ട്രീറ്റ്മെൻറ്റ് പോവുക. ചില സിറ്റുവേഷൻസ് നമ്മൾ CT സ്കാനും ചിലപ്പോൾ MRIയും വേണം. കാരണം എന്ന് വെച്ചാൽ കുട്ടികളുടെ എല്ല് ആ വലുതാവുന്ന ഭാഗം, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എപ്പിഫൈസിസ്, ആ എപ്പിഫൈസിൽ ഏരിയയിൽ നമുക്ക് എല്ല് കാണാൻ പറ്റില്ല. എക്സ്റേയിൽ അത് കാണാൻ പറ്റില്ല, അത് MRIയിലാണ് കാണാൻ പറ്റുക. സോ കഴിഞ്ഞ ദിവസം എനിക്കൊരു കേസ് ഉണ്ടായി. കുട്ടി സ്ലിപ്പായി വീണു, മുട്ടിൽ പെയിൻ ഉണ്ട്, എക്സ്റേ നോർമലാണ്, പക്ഷെ കുട്ടിക്ക് നടക്കാൻ പറ്റണില്ല. സോ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ നമ്മൾ MRI എടുക്കും. കാരണം ആ എപ്പിഫൈസിസ് ഏരിയയിൽ ഫ്രാക്ചർ ഉണ്ടെങ്കിൽ അത് MRIയിൽ പിക്കപ്പ് ആവും. അത് മിസ്സാണെങ്കിൽ കാല് വളയാൻ സാധ്യതയുണ്ട്. സോ ഈ കുട്ടിക്കൊരു എപ്പിഫൈസിൽ ഇഞ്ചുറി ഉണ്ടായിരുന്നു, നമ്മളത് സ്ക്രൂ വെച്ച് ഉറപ്പിച്ചു. സോ ഇൻ ജനറൽ നമുക്ക് കൺസർവേറ്റീവ്, അതായത് ഓപ്പറേഷൻ ചെയ്യാതെ തന്നെ നമുക്ക് മാനേജ് ചെയ്യാം. അപ്പോൾ ചില സ്പെസിഫിക് കണ്ടീഷൻസിൽ സർജറി മസ്റ്റാണ്. താങ്ക് യു.